ഒരാളെ വേദനിപ്പിച്ചിട്ട് സന്തോഷം കണ്ടെത്തുക, മറ്റൊരാളുടെ ഫീലിങ്സിന് യാതൊരു രീതിയിലുള്ള റെസ്പെക്ട് കൊടുക്കാതിരിക്കുക. ഒരാൾ കരയുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ വീണ് കാണുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കൊരു വിഷമം വരുമ്പോൾ ഒരു വികാരവും വരാതെ ഇതെന്തൊരു മനുഷ്യനാണ് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. ഇത്തരം രീതിയിലുള്ള ആളുകളെ നമ്മൾ പറയുന്നതാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് ഭയങ്കര സെൽഫിഷ് ആയിരിക്കും ഈ കൂട്ടർ. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിക്കോട്ടെ യാതൊരു രീതിയിലുള്ള എംപതറ്റിക് ആയിരിക്കില്ല. മൂന്നാമതെന്ന് പറയുന്നത് ഇവരുടെ സ്നേഹത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഭയങ്കരമായിട്ട് സ്നേഹിക്കും, എന്നിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് സ്നേഹിക്കും, ഒരു ദിവസം ഭയങ്കരമായിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യും, ഗ്യാസ്ലൈറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഇങ്ങനെ ബോംബ് പൊട്ടിക്കുന്ന പോലെ നമ്മളെ എടുത്തിട്ട് താഴെ അറിയാം. നമുക്കതിന് കൺഫ്യൂസിങ് ആയിരിക്കും. ഇത് സ്നേഹമാണോ, വേണോ, പോണോ, വേണോ, നിൽക്കണോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഇത്തരം ആളുകളെയാണ് നമ്മൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞത്. ഇത് മാറ്റാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇന്റൻസിറ്റി കുറക്കാനേ പറ്റുള്ളൂ, പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കില്ല.